The institution providing agriculture education should directly benefit the local community by establishing agricultural technology parks to promote technology incubation, dissemination, and sustainable methodologies. Institutional agricultural institutionalൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഡയറക്റ്റ് ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്ന രൂപത്തിലാവണം. ബൈ എസ്റ്റാബ്ലിഷിംഗ് അഗ്രികൾച്ചർ ടെക്നോളജി പാർക്സ്, ഇങ്ങനെ ഒരു അഗ്രികൾച്ചർ ടെക്നോളജി പാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ടു പ്രൊമോട്ട് ടെക്നോളജി ഇൻക്യുബേഷൻ, ഡിസെമിനേഷൻ ആൻഡ് സസ്റ്റൈനബിൾ മെത്തോഡജി. ഇവിടെ എന്ത് ചെയ്യണം? ടെക്നോളജിയുടെ ഒക്കെ ആ ഒരു പ്രൊമോഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ട്. Legal education must be globally competitive, utilizing best practices and new technologies to ensure wider access to justice and timely delivery. ലീഗൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആണ്. അവിടെ എന്ത് ചെയ്യണം? ബെസ്റ്റ് പ്രാക്ടീസസും പുതിയ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പൊക്കെ നമുക്ക് വേണം. ക്ലാസ്സസിൽ ന്യൂ ടെക്നോളജിക്കൊക്കെ യൂസ് ചെയ്യണം. ടു ജസ്റ്റിസ് ആൻഡ് ടൈംലി ഡെലിവറി. ദെൻ അടുത്ത ഇതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മേഖലയ്ക്ക് ഫീൽഡ് ഡിസിപ്ലിനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഹെൽത്ത് എന്നുള്ള പ്രൊഫഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ നീഡ് ടു envisioned to align the duration, structure and design of programs with the role of graduate will play. ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യണം? ഒരു എൻവിഷൻഡ് ടു അലൈൻ ദ ഡ്യൂറേഷനും സ്ട്രക്ചറിലും ആൻഡ് ഡിസൈൻ ഓഫ് പ്രോഗ്രാംസിലും ഒക്കെ പുതിയൊരു റോള് പുതിയ ഒരു ഗ്രാജുവേഷൻ പ്ലേ ചെയ്യുന്നുണ്ട്. The healthcare education system must be integrated, incorporate Ayurveda, yoga, naturopathy, Unani, Siddha and homeopathy for allopathic medicine students and vice versa. ഇതൊക്കെ എന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ആയുർവേദം, യോഗ, നാച്ചുറോപ്പതി, യൂനാനി, സിദ്ധ, ഹോമിയോപ്പതി ഇവയൊക്കെ എന്ത് ചെയ്യണം? ഒരു അലോപ്പതിയിലേക്ക് കോർപ്പറേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ആ ഒരു ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ്റഗ്രേറ്റ് ചെയ്യണത്. അതാണ് അലോപ്പതിയിലേക്ക് മാത്രമല്ല, തിരിച്ചും ഇനി അലോപ്പതി മറ്റുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു ഹെൽത്ത് കെയർ എഡ്യൂക്കേഷനിലേക്കും എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. The emphasis on preventing the healthcare and community medicine will be emphasized in all forms of healthcare education. ഇതെന്താണ് എംഫസൈസ് ചെയ്യണത്? ഹെൽത്ത് കെയറിനെ പ്രിവെൻറ്റ് ചെയ്യുക ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിനെയും ഹെൽത്ത് കെയറിനെയും പ്രിവെൻറ്റ് ചെയ്യുക. വിൽ ബി എംഫസൈസ്ഡ് ഇൻ ഓൾ ഫോംസ് ഓഫ് ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ. Technical education will be offered within multidisciplinary institution and programs focusing the deep engagement with other disciplines. Technical education എന്ത് ചെയ്യുക? മൾട്ടിഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രോഗ്രാമിലൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഇന്ത്യ മസ്റ്റ് ലീഡ് ഇൻ പ്രിപ്പയറിംഗ് പ്രൊഫഷണൽസ് ഇൻ എമർജിംഗ് ടെക്നോളജീസ് ലൈക്ക് AI, മെഷീൻ ലേണിംഗ്, genomic studies, biotechnology, nanotechnology and neuroscience to enhance youth employability in health, environment and sustainable living. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഫഷണലിലൊക്കെ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. AI ആയാലോ, മെഷീൻ ലേണിംഗ്, ജെനോമിക് സ്റ്റഡീസ്, ബയോ ടെക്നോളജി, നാനോ ടെക്നോളജി, ഇങ്ങനെയുള്ള ടെക്നോളജിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊഫഷണൽസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യണുണ്ട്? യൂത്തിന് എംപ്ലോയബിലിറ്റി കൊടുക്കുന്നുണ്ട്, എംപ്ലോയബിലിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഇൻ ഹെൽത്തിലും എൻവിറോൺമെൻറ്റിലും സസ്റ്റൈനബിൾ ലിവിങ്ങിലും ഒക്കെ യൂത്തിന് എംപ്ലോയബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിസ്റ്റൻസ് ആൻഡ് ഓപ്ഷണൽ എഡ്യൂക്കേഷൻ. ഇതാണ് ഡിസ്റ്റൻസ് ആൻഡ് ഓപ്ഷണൽ എഡ്യൂക്കേഷൻ ആണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദി സെൻറ്റർ എയിംസ് ടു ഓഫർ ഹയർ എഡ്യൂക്കേഷൻ ടു ദോസ് unable to access formal system through the open learning system, utilizing self-learning materials, audio, video programs and internet access. ഈ ഒരു
ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യുന്നുണ്ട് ടു ദോസ് അൺഎബിൾ ടു ആക്സസ് ഫോർമൽ സിസ്റ്റം. അതായത് നമ്മൾ ഫോർമൽ സിസ്റ്റത്തിലൂടെ നമുക്ക് പഠിക്കാൻ പോവാതെ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ ഓപ്പൺ ലേണിംഗ് സിസ്റ്റത്തിലൂടെ നമുക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ്, ഓഡിയോ വിഷ്വൽ പ്രോഗ്രാംസ് ആൻഡ് ഇൻ്റർനെറ്റ് ക്ലാസ്സസോട് കൂടിയൊക്കെ നമുക്ക് സ്വയം പഠിക്കാമെന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് എന്താ ഡിസ്റ്റൻറ്റ് ആൻഡ് ഓപ്ഷണൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സ്പാൻഡ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻറ്റ് ലേണിംഗ് ടു ഇൻക്രീസ് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ടു 15%, enhancing quality and internalization through online courses, research funding and student service. ഇത് എന്ത് ചെയ്യുന്നുണ്ട് സിസ്റ്റം, നമ്മൾ ഫോർമൽ സിസ്റ്റത്തെ പോലെ തന്നെ ആ ഒരു 50% റേഷ്യോയിൽ ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ക്വാളിറ്റിയും ഇൻ്റർണലൈസേഷനും ഒക്കെ ഓൺലൈൻ കോഴ്സിലൂടെ, റിസർച്ച് ഫണ്ടിങ്ങിലൂടെയും സ്റ്റുഡൻറ്റ് സർവീസിലൂടെയൊക്കെ ക്വാളിറ്റിയൊക്കെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. Distance education provided by institute is controlled by the Distance Education Council of India. Distance Education Council of Indiaയുടെ ഭാഗമായിട്ടാണ് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഈസ് ഹെൽപ്ഫുൾ ടു ദോസ് ഹു കാനോട്ട് ജോയിൻ റെഗുലർ സ്കൂൾസ് ഓർ കോളേജസ്. നമുക്ക് സാധാരണ റെഗുലർ സ്കൂളിലോ കോളേജിലൊക്കെ പോകാൻ പറ്റാത്ത ആൾക്കാർക്കാണ് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഹെൽപ്ഫുള്ളാണ്. അത് സ്കൂൾ ലെവൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് ദ കോളേജ് ഓർ യൂണിവേഴ്സിറ്റി ലെവൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അതായത് ഓപ്പൺ സ്കൂള്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ് സ്കൂൾ ലെവലിലുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഓപ്പൺ യൂണിവേഴ്സിറ്റികളാണ് എന്ത് ചെയ്യുന്നത്, കോളേജ് യൂണിവേഴ്സിറ്റി ലെവലിലുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് സ്കൂൾ ലെവൽ NIOS, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കോളേജുകളിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സച്ച് ആസ് ദോസ് ഓഫർഡ് ബൈ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് BITS through BITS Virtual University can be pursued online via the internet. അതായത് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈനിൽ കൂടെയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്.